പോയിട്ട് പാടായിരിക്കും. അയ്യോ 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 അയ്യോ. ഓ വണ്ടി ലുക്ക് നോക്കിയ സ്റ്റോക്ക് ആണെങ്കിലും വണ്ടി ഒരു ലുക്കാണ് കേട്ടോ. കയറുമൊക്കെ ചെയ്യും, നമ്മുടെ വണ്ടി കയറും, ഈ നമ്മളെ കയറ്റും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈലി വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മാമലക്കണ്ടമാണ്. നേരെ ഇപ്പോൾ പോകുന്ന മാമലക്കണ്ടം നമ്മുടെ സ്കൂളിൽ അവിടേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ വരുന്ന വഴിക്ക് ഭയങ്കര കോടയും കാര്യങ്ങളും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇത് മഴയും ചാറുന്നുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് ഇതുവരെ വരുന്നവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഇതിലും കൂടുതൽ മഴയായിരുന്നു. കാരണം നമുക്ക് ഗോപ്രോ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത്രയും ക്യാഷ് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സാധനമല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ചെറുതായിട്ട് കുറഞ്ഞത്. നന്നായി കോട ഇപ്പോൾ ഇവിടെ കയറുന്നുണ്ട് കേട്ടോ, ഇത്ര നേരം ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഈ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടേക്ക് നമുക്ക് ഏകദേശം ഒരു 156 കിലോമീറ്റർ അത്രയാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വെറും 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയും ദൂരത്തുള്ള വിഷ്വൽസും നല്ല നല്ല മലയൊക്കെ കയറി നല്ല നല്ല കോടയും കാര്യങ്ങളും അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ നേരെ വേറൊരു വഴിയാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് അടിക്കുന്ന പോലെയായിരുന്നു വരേണ്ടത്. അതായത് ആ ഒരു വഴി കയറിയിട്ട് നേരെ സ്കൂളിൻ്റെ അധികം വന്നിട്ട് അങ്ങനെ കുറച്ച് അവിടെ നിന്നതായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് വഴിതെറ്റിപ്പോയി. ഞാൻ മുമ്പ് വന്നിട്ടുള്ള ആ വഴിയായിരുന്നു. ഞാൻ മുമ്പ് വരുമ്പോൾ വലിയ കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏകദേശം കുറേ ആയി, ഒരു വർഷത്തിന് മേലെ ഞാൻ ഈ ഭാഗത്തോട്ട് കേരളത്തിൽ തന്നെ ഞാൻ മാക്സിമം കറങ്ങാൻ പോയിട്ട് കുറേ ആയി. കൂടുതൽ ഞാൻ തമിഴ്നാട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പോകേണ്ടായിരുന്നു, കാരണം നമ്മുടെ വണ്ടി മോഡിഫിക്കേഷനൊക്കെ ചെയ്തതായിരുന്നു, മോഡിഫൈഡ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് വണ്ടി സ്റ്റോക്കായിട്ടാണ് നമ്മൾ ഫോണിന് ഫുള്ളിലി സ്റ്റോക്കാണ്. ആ പറയാനുള്ള ഈ മിറർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സോളോ റൈഡാണ്. സോളോ റൈഡാന്ന് പറയാനില്ല, നമ്മുടെ രാജപ്പനുണ്ട്, രാജ എന്ന് പറയും, നമ്മുടേതാ സുന്ദര കുട്ടപ്പൻ. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു ഊട്ടി പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ കടക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു എന്താ പേരിടുക. അപ്പോൾ ആൾ പറഞ്ഞു ചെല്ലമ്മ രാജാ എന്ന് വെച്ചോ തമ്പീന്ന് സൊന്നെ. അപ്പടിയേ ഞാൻ രാജാ എന്ന് വെച്ചിട്ട്. അതവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളച്ചാട്ടമല്ല ഒഴുക്കുണ്ട്. ക്യാമറ നനയെന്നുള്ളൊരു ഇഷ്യൂ മാത്രമാണ് എനിക്കുള്ളത് കേട്ടോ, അതിനാണ് ഞാൻ ഈ ടവൽ വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല മഴയാണ്, കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ കവർ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വിഗ്ഗിയിൽ വർക്കിന് പോകുമ്പോൾ ഈ കവർ കൊണ്ടാണ് പോവുക. അപ്പോൾ ഇതന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരമായിട്ട് വീട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ട് നല്ല മഴയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോണൊന്നും നനഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പിന് ഇങ്ങനത്തെ കവറുകൾ യൂസ് ചെയ്യാം മൊബൈൽസിന്. നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. ഒരു 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളമൊന്നും അങ്ങനെ കയറില്ല. ഇതിൽ അകത്തെ എയർ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വെള്ളം കയറില്ല. പിന്നെ നമുക്കിനി നേരെ പോവാട്ടോ. റേഞ്ച് കട്ടായി, അതാണ് ഒരു പ്രശ്നം. നമ്മൾ വരുന്ന വഴിക്ക് ഓരോ ചായ കുടിച്ചിട്ടാണ് കേട്ടോ വന്ന്, അതും നല്ല കൊടും മഴയത്ത്. അയ്യോ ഇയാളെന്ന് ചോദിച്ചാലോ. ചേട്ടാ ഈ സ്കൂളിലേക്കുള്ള വഴി റൈറ്റാണോ? ആ ശരി, റൈറ്റാണ് കേട്ടോ സ്കൂളിലേക്കുള്ളത്. ആ ഓക്കെ. ആ ഞാൻ അന്ന് വന്നിട്ടുള്ള ഇതിയെ കയറിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്. മൈ ഗോഡ്, ഒന്ന് തുടച്ച് വയ്ക്കാം. ഓ സ്കൂൾ എത്തി ഗൈസ്. അല്ലോ എത്തി ഗൈസ്. ഓ മൈ ഗോഡ്, സീൻ. അയ്യോ എന്താ ഇത്, ഇവിടെ സ്കൂൾ ഇന്ന് ഓപ്പൺ ആണ് തോന്നുന്നു കേട്ടോ. അയ്യോ സ്കൂളില്ലേ. ഓ മൈ ഗോഡ്, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ജീപ്പിൻ്റെ പടം. ഈ വണ്ടി വേണോ? ഇവിടെ നിർത്താം, പ്രശ്നമൊന്നുമില്ല. നിർത്തിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടു. അവിടെ നിന്ന് വെള്ളച്ചാട്ടമുണ്ട്, വെള്ളം കുറവാണ്. അയ്യോ ഇതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ലയാണ്. വണ്ടി ലുക്ക് നോക്കിയ സ്റ്റോക്ക് ആണെങ്കിലും വണ്ടി ഒരു ലുക്കാണ് കേട്ടോ. ചേട്ടാ മൂന്നാർക്ക് ഇത് തന്നെ പോവാ? ലെഫ്റ്റ്. ആ അങ്ങനെയാണല്ലേ. പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും കാണാൻ? ഇവിടെ നിങ്ങൾ ബൈക്കിൽ പോയി കാണാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുനിപ്പാറ എന്ന സ്ഥലമുണ്ട്. ആ സ്കൂട്ടർ പോയിട്ട് പാടായിരിക്കും. ജീപ്പ് സവാരി പോകുന്ന സ്ഥലമാണ്. ഓഫ് റോഡാണോ? ഓഫ് റോഡ് അല്ല, വലിയ റിസ്ക് ഉള്ള സ്ഥലമൊന്നുമല്ല. ചെളിയൊക്കെ ഉണ്ട്, അടിയൊന്നും തട്ട് അറിയാൻ പാടില്ല. വ്യൂ ഉണ്ടോ? നല്ല വ്യൂ കാണാൻ? അതെ അല്ലേ. ഏതായിരുന്നു? താഴെ ഇറങ്ങി വലത്തോട്ട് പോവാം. ഒരു 500 മീറ്റർ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജീപ്പ് സവാരി ബോർഡ് വെച്ച വീടുണ്ട്.
അവിടെ നിന്ന് വലത്തോട്ട് ചെറിയ കോൺക്രീറ്റ് വഴി കൊണ്ടു ആ വഴി കയറി പോയാൽ അവിടെ കയറുമ്പോൾ പിന്നെ ആ വഴി ചെല്ലുന്ന നേരെ അങ്ങോട്ടാണ്. കുഴപ്പമില്ല, വണ്ടി പോകാൻ കുഴപ്പമില്ല, പോയി നോക്കാം. ശരി നടന്നു പോയാലും അധികം ദൂരമില്ല. അവിടെ വണ്ടി പോകുന്നോടെ വരെ പോയിട്ടേ വ്യൂ ഉണ്ട് ഇല്ല എന്തായാലും. ശരി കേട്ടോ. ഓക്കെ, മുനിപ്പാറ. മുനിപ്പാറ എനിക്കറിയില്ല, ഞാനിപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് മുനിപ്പാറയിലോട്ടൊരു പിടുത്തം പിടിക്കാം. ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു വീട് വരും. ഇവിടെ ഒരു ജീപ്പിൻ്റെ സഫാരിൻ്റെ ബോർഡുണ്ടാവും. അയ്യോ, ഈ കുഴിയാണ് സീൻ കേട്ടോ. നമ്മുടെ മൽഗാടൊന്ന് മുട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ, അതൊന്ന് സെറ്റ് ചെയ്യണം. മുനിപ്പാറ വ്യൂ സൂപ്പറാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. കാരണം ജീപ്പ് സഫാരി റൈറ്റ് സൈഡിലുള്ള റോഡ് തന്നെ ജീപ്പ് സഫാരി മുനിപ്പാറ ഇവിടേക്കാണ് കേട്ടോ. എന്തായാലും പോയി നോക്കാം. ഈ ക്യാമറ നല്ല രീതിക്ക് നനയുന്നുണ്ടല്ലോ ദൈവമേ, അതിനൊന്നും പറ്റില്ലേ. ഇവിടെ നിന്നൊരു അടിപൊളി അവിടെ നിന്ന് വന്ന ചാല് തന്നെയാണ് കേട്ടോ. സ്കൂട്ടർ കയറിയില്ല, നമ്മൾ കയറ്റിക്കും. അയ്യോ, ഏതിയാണ് അത് തന്നെ ആയിരിക്കും. അടിപൊളി. വരുമ്പോൾ ഇതല്ലേ വരണ്ട് ഗൈസ്. വണ്ടി കയറുമോ? അളിയ സീൻ. ആള് പറഞ്ഞത് ശരിയാട്ടോ. അവിടെ പോയിട്ട് ബൈക്കേഴ്സിന് പോകാൻ പറ്റില്ല എന്ന് പറയാരെങ്കിലും. മുനിപ്പാറ ഞാൻ നേരത്തെ അടിപൊളി പെട്ടു. അയ്യോ, നല്ല മഴയും വന്നല്ലോ മെയ്തി. ഞാൻ അവിടെ പോയി ചേട്ടാ, ഈ മുനിപ്പാറ നേരാ. ഓക്കെ, എന്താ മഴ നോക്ക്. അയ്യോ ഇവിടെ പാറ സീനാണ് കേട്ടോ. പാറേ കയറുമൊക്കെ ചെയ്യും. നമ്മുടെ വണ്ടി കയറും, ഈ നമ്മളെ കയറ്റും. മെല്ലെ പോകണമെന്നുള്ളൂ. പാറ കുറച്ച് സീൻ പാറകളുണ്ട് കേട്ടോ. അല്ല അയ്യോ, ചളി അയ്യോ. അല്ല, വലിയ കുഴിയാണ് കേട്ടോ അത്. സീൻ ചളി. ഇനി ഏതിയാ ജീപ്പിൻ്റെ ഒക്കെ ടയറായിട്ടുള്ള അങ്ങോട്ടാണല്ലോ. ഉണ്ടല്ലേ. ഇതാണ് ആ ചേട്ടാ ഓഫ് റോഡൊന്നും ഇല്ല പറഞ്ഞു. അവർക്കില്ല, കാരണം ആള് ജീപ്പ് ഡ്രൈവറാണ്. അവർക്ക് ഇതൊന്നുമേ ഓഫ് റോഡ് ആയിരിക്കില്ല. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോ. അയ്യോ ഇതല്ലടാ, മയിര് കഴിഞ്ഞു. ഇതല്ല തോന്നുന്നു. വഴി കഴിഞ്ഞു. ഇവിടെ ആരും ഇല്ല. ഈ വ്യൂ ആണോ? അല്ല, വഴിയുണ്ട് അങ്ങോട്ട്. ഇതിലെവിടെ ഇനി കഴിഞ്ഞോ? പോയ വണ്ടി ഉരുണ്ടുപോകും. ഇത് പോകാൻ പറ്റില്ലടോ. ഇതിന് എവിടേക്കാ വഴി?
അവിടേക്കാണോ? ഇവിടെ ആരുമില്ല. വണ്ടി അവിടെ ഉണ്ട്. അയ്യോ ചെരുപ്പ് പോയടാ. ഷൂ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പിട്ടതിന് ഷൂ ഒക്കെ പെണ്ടി ഷൂ ആവും. അല്ലോ അപ്പോൾ ഇതിൽ പോകാൻ പറ്റുമോ? പോയി നോക്കാം. ഇതുവരെ ഇതുവരെ വന്നല്ലേ. പെടുവോ? പെട്ടറാ. കാല് സീനായി. തിരിച്ച് പോണതാണ് പണിയെ. കയറും വണ്ടി ദൈവമേ, കയറോടെ അതൊക്കെ കയറും. അടിപൊളി. ഫ്രണ്ട് പൊങ്ങണോ? ഫ്രണ്ട് പൊങ്ങിയല്ല. ഇവിടെയാണ് സീന്. കയറും. അടിപൊളി. കയറി പൈലിമോൻ അല്ല മിയ, കയറടി, എന്നെക്കൊണ്ട് പറ്റും. യെസ്, അത്ര ഉള്ളൂ. സിമ്പിൾ. ത്രോട്ടിലേ ഫുള്ള് കൊടുത്തിട്ടുള്ള, കുറച്ച് ത്രോട്ടിൽ തന്നെ പോകും. ആണോ? അവിടെ പോയപ്പോൾ വഴി കണ്ടില്ലേ? റൈറ്റിക്ക് പോയി. അവിടെ പോയപ്പോൾ ഒരു ഇറക്കം. അങ്ങനെ ഇറങ്ങിപ്പോണോ? കയറിപ്പോണോ? അതെ അല്ലേ? കുറച്ച് ദൂരം പോകാണ്ട് അല്ലേ? ശരി, നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം. ശകലം. ഇവിടെ എറണാകുളം ഭാഷയല്ലല്ലോ. അയ്യോ മഴയല്ലേ. ഇതാണ് പോകേണ്ടത് കേട്ടോ. നമുക്ക് ആ ടോപ്പ് ബോക്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സൗണ്ട്. ഇപ്പോൾ വന്ന വഴി തന്നെ പിന്നും വന്നുകൊണ്ടിരിക്കുക. അയ്യോ 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 കുഴപ്പമില്ല, വീണില്ലല്ലോ. അയ്യോ ഇപ്പോൾ വീണ തന്നെ. അതറാ അപ്പുറത്തേക്ക് ബൈക്കുകാർ പോയിട്ടുണ്ട്. നമ്മളും കയറിപ്പോവും. അത്രേ ഉള്ളൂ. പിന്നെ നടക്കണല്ലേ. ഇതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നോക്കണം കേട്ടോ. ചിലപ്പോൾ പോകാൻ പറ്റില്ല. ഇതിൽ വെള്ളം മുങ്ങോ? പാറയോ? അയ്യോ അയ്യോ, ഫുള്ള് മുങ്ങി. അതാണ് ഒലിപ്പ അല്ല എന്തോ പറഞ്ഞല്ലോ, മറന്നുപോയി. മുട്ടപ്പാറയോ സംതിങ്. ഇത്രേ ഉള്ളൂ. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതേ പോയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമോ? ആളെ ഇടുക്കിക്കാരല്ല, അങ്ങോട്ട് അല്ല അങ്ങോട്ട്. നമ്മുടെ ടോപ്പ് ബോക്സ് ഉള്ളതുകൊണ്ടാണ്. സീൻ ഗായ്സ്, അടി മുട്ടുന്ന പറഞ്ഞു 30 ഇപ്പോൾ മുട്ടി തന്നെ. സാധനം വണ്ടി എടുക്കാൻ വേറെ എവിടെ നിന്നെങ്കിൽ ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ ഒരു ദൈവമേ. ഇത് തോട്, കാല് കഴുകിയ തോട്ടിക്കാല്. അയ്യോ പൈസ നോക്കിയാ കാണുന്നുണ്ടോ? ഇതിപ്പോൾ എങ്ങനെ കയറുക? ഏതിരെ കയറുക? ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. വണ്ടി ഭയങ്കര കൂളായി, മീൻസ് തണുത്തു. ഹോ സീൻ അടിപൊളി ഗൈസ്. ഇപ്പം മൂന്നാറെത്തണ്ട, ഇവിടെ തന്നെ മുതലായി. സീൻ കേട്ടോ,
അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇതുവരെ പോകാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കയറാമല്ലോ. കയറാളിയാ, നിന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ലൊക്കേഷനിലെത്തി. ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നോക്കൂ, ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നോക്കൂ, സൂപ്പർ. കോട എൻ്റെ പൊന്നടാവി സീൻ ഒമ്പോ. അപ്പുറത്ത് എന്താ നോക്കട്ടെ കേട്ടോ. അയ്യോ, ഓ സീൻ അല്ല. നോക്കൂ, വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് കയറ്റാൻ വയ്യ അവിടെ നിന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇനി നേരെ ഇവിടുന്ന് വീഡിയോ എടുക്കാം. ക്യാമറ ഗോപ്രോ നനഞ്ഞു പോയി, പ്രശ്നമാണെന്ന് തോന്നുന്നു. നല്ല മഴയുണ്ട്, അത്യാവശ്യം നല്ല മഴയും കാര്യം, നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മുനിപ്പാറയാണ്, അതായത് നമ്മുടെ മാമലക്കണ്ട സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് ഒരു വീട് കാണാം. അവിടെ തന്നെ ഒരു ഫ്ലക്സ് ഉണ്ടാവും ട്രക്കിങ്ങിൻ്റെ, ഒരു ജീപ്പിൻ്റെ ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് റൈറ്റ് വന്നതിന് നേരെ ഒരു കോൺക്രീറ്റ് റോഡ് വരണം. അവിടെ നേരെ വന്നാൽ മതി. നേരെ വന്നതിന് കുറച്ച് ദൂരം വന്നതിന് അവിടെ നിന്ന് റൈറ്റ് കേട്ടോ. റൈറ്റ് കയറി വന്നാൽ മതി. ഇതുവരെ വണ്ടി എത്തുമെന്ന് അറിയില്ല. അവിടെയാണ് കുറേ പേര് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇവർ അവിടെയാണ് വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ താഴത്തേക്ക് പോവാം. അവിടെ പോയിട്ട് നേരെ മാമലക്കണ്ടത്ത് നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാർക്കുള്ള റോട്ടിലെത്തിയിട്ടാണ് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. കാരണം ഗോപ്രോ നനഞ്ഞു, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകേണ്ടത്. നല്ല മഴയാണ്, നമ്മുടെ ക്യാമറയൊക്കെ ഫുള്ള് നനഞ്ഞു. ഞാനൊക്കെ ഫുള്ള് കോട്ടിട്ടിട്ടാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അവിടെയൊക്കെ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വണ്ടി മഴയത്ത് നിർത്തി ഭയങ്കര ലുക്കായിട്ടുണ്ട് കേട്ടോ. റെഡ് ആൻഡ് ബ്ലാക്കിൽ അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് പോയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പുറത്തുനിന്നായിരിക്കും ഞാൻ വ്ളോഗ് തുടങ്ങുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ, അത് ഏകദേശം ഇപ്പോൾ ഇതേ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിയുമ്പോൾ ക്ലൈമറ്റ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്കത് ഉറപ്പാണ്. കാരണം ഇപ്പം തന്നെ ഇത്രയും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും, സൂപ്പർ കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളും ഇനിയിപ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കണം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾ കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ കമൻറ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐഡി ആയിട്ടുള്ള മിസ്റ്റർ പൈലി എന്നുള്ളത് നമ്മുടെ ഇൻസ്റ്റ ഐഡി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.